പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. US ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാന്റെ വിവിധയിടങ്ങളിൽ US ആക്രമണം നടത്തി. സംഘർഷത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചു. US വീണ്ടും ആക്രമണം നടത്തിയതിനു പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയാണെന്ന് ഇറാൻ. ഹോർമൂസിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ വെടിവെക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡവുമായി ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാൻ അറിയാതെ അതീവ രഹസ്യമായി 10 കോടി ബാരലധികം എണ്ണ കടത്തിയെന്ന് ട്രംപ്. സൈനിക ദൗത്യത്തിലൂടെ 200-ലധികം വാണിജ്യ കപ്പലുകളെ സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിട്ടതായും ക്രൂഡ് ഓയിലിനെ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിച്ചതായും ട്രംപ്. ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത പെട്രോളിന് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ ഒഴിവാക്കി. E20 മുകളിലുള്ള എഥനോൾ മിശ്രിത ഇന്ധനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. 22 മുതൽ 30% വരെ എഥനോൾ അടങ്ങിയ പെട്രോളിന് ഇനി എക്സൈസ് തീരുവ ഉണ്ടായിരിക്കില്ലെന്ന് വിജ്ഞാപനം. കോഴിക്കോട് വീണ്ടും നിപ ആശങ്ക. രാമനാട്ടുകര സ്വദേശി 43 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു. ഗുരുതരാവസ്ഥയിലായ രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ VRDL ലാബിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് രോഗിയിൽ നിന്നെടുത്ത സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. ഗ്രാമിന് 195 രൂപയും പവന് 1560 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,350 രൂപയും 1 പവൻ സ്വർണത്തിന് 1,06,800 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,975 രൂപയും പവന് 87,800 രൂപയുമാണ് വിപണി വില. സ്വർണ്ണവിലയിൽ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് രേഖപ്പെടുത്തിയത്. വെള്ളി ഗ്രാമിന് 260 രൂപയിലാണ് വ്യാപാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.